ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ചൈനയിൽ നിർമ്മിക്കപ്പെടുന്ന വളരെ മോശമായതും അതേപോലെ തന്നെ വ്യാജവുമായ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ രസകരം, അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. ദി അക്ബർ ടോക്സ് ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ചൈനയിലെ ഫേമസ് ആയ സ്ട്രീറ്റ് ഫുഡുകളിൽ ഒന്നാണ് ഫ്രൈഡ് ചിക്കൻ കാർക്കസ്. ഒരു കോഴിയിൽ നിന്നും ഇറച്ചി മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള എല്ലും അതിനോടൊപ്പം കുറച്ച് ഇറച്ചിയും കൂടി മാവും മസാലയും പുരട്ടി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ചിക്കൻ കാർക്കാസ്. ഇത് ക്രിസ്പിയും ടേസ്റ്റിയും ആയിരിക്കുന്നത് കൊണ്ട് യുവാക്കൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. എന്നാൽ ഇത് ഡീപ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ പലതവണ ഉപയോഗിച്ച് മാറ്റിവെച്ച വേസ്റ്റ് എണ്ണ റീസൈക്ലിംഗ് ചെയ്താണ് നിർമ്മിക്കുന്നത്. റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ പഴയ എണ്ണ കടകളിൽ നിന്ന് ചോദിച്ചു വാങ്ങി റീസൈക്കിൾ ചെയ്യുകയാണെന്ന് കരുതണ്ട. വലിയ കടകൾ വേസ്റ്റ് എന്ന് കരുതി ഓട്ടയിലേക്ക് ഒഴുക്കിവിട്ട എണ്ണ ഓട്ടയിൽ നിന്നും തിരികെ ശേഖരിച്ചാണ് റീസൈക്കിൾ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ ഓട്ടയിൽ പൊങ്ങിക്കിടക്കുന്ന ഈ വേസ്റ്റ് എണ്ണ ബക്കറ്റിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ താൻ അനുവാദം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അവർ വെറുതെ പറയുകയല്ല, യഥാർത്ഥത്തിൽ അവർ അനുവാദം വാങ്ങിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് അവർ നിയമപരമായി ചെയ്യുന്നത് കൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടാലും യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന എണ്ണ ഒരു പ്രോസസ്സിംഗ് സൈറ്റിലേക്ക് അയക്കുന്നു. അവിടെ ഈ എണ്ണ പ്രോസസ് ചെയ്ത് കുക്കിംഗ് ഓയിലായി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു. ഇങ്ങനെ എടുക്കുന്ന എണ്ണയെ ഗട്ടർ ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ഭൂരിഭാഗവും ഈ എണ്ണ ചെറിയ ഹോട്ടലുകാരും തെരുവ് കച്ചവടക്കാരുമാണ് വാങ്ങുന്നത്. വില വളരെ കുറവായതുകൊണ്ട് ഈ എണ്ണയ്ക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ചൈനയിലെ ഒരു റെസ്റ്റോറന്റിൽ നിന്നും എടുത്ത ഈ വീഡിയോയിൽ തറ തുടയ്ക്കുന്ന ഈ ഒരു ജീവനക്കാരൻ ആ മോപ്പ് പാചകം ചെയ്യുന്ന പാത്രത്തിലുള്ള വെള്ളത്തിലാണ് കഴുകുന്നത്. അതേപോലെ ഇവിടെ ഒരാൾ പാചകം ചെയ്യുന്ന പാത്രത്തിൽ സോപ്പ് വെള്ളം എടുത്തു വെച്ച് ആ വെള്ളത്തിൽ ബ്രഷ് മുക്കി പാചകപ്പുരയുടെ ചുവര് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഷോക്കിംഗ് ആയ മറ്റൊരു വീഡിയോയിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയം ലാഭിക്കുന്നതിനായി ഷെഫ് ഒരാൾ കിച്ചൺ സിങ്കിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുകയാണ്. ഇവിടെ ചില ഹോട്ടൽ വർക്കേഴ്സ് കസ്റ്റമേഴ്സ് വേസ്റ്റാക്കിയ ഫുഡ് ചാലിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ കുട്ടികൾ കൂടെ കഴിക്കാൻ സാധ്യതയുണ്ട്. അതോർക്കുമ്പോഴാണ് വളരെ സങ്കടം തോന്നുന്നത്. കിച്ചൺ മുഴുവൻ എലികൾ നിറഞ്ഞു വലയുന്നു. കസ്റ്റമർ ഓർഡർ ചെയ്ത ഫുഡിൽ കോണ്ടം ലഭിക്കുന്നു എന്ന് തുടങ്ങി പല ഷോക്കിംഗ് ആയ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇത് ചൈനയിൽ വിളവെടുക്കപ്പെടുന്ന ഒരു തരം ക്യാബേജ് ആണ്. ശീതകാലങ്ങളിൽ ഈ ക്യാബേജ് വിൽപ്പന വളരെ കൂടുതലായിരിക്കും. ഈ ടൈമിൽ അധികമായി ക്യാബേജ് വിൽക്കണം എന്നതിനായി ക്യാബേജിൽ ചില കുറുക്കുവിദ്യകൾ ചെയ്യുന്നു. പഴയ ക്യാബേജിന് മേലെ ഫ്രഷ് ക്യാബേജ് ഇലകൾ ടാപ്പിട്ട് ഒട്ടിച്ച് ഫ്രഷ് ക്യാബേജ് എന്ന് പറഞ്ഞു വിൽക്കുന്നു. ഇത് വിശ്വസിച്ച് വാങ്ങുന്നവർ ടോപ്പ് ലെയർ മാറ്റുമ്പോഴാണ് അവർ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരാളാണ് ഇതിന് വീഡിയോ എടുത്ത് തന്റെ ദേഷ്യം തീർക്കുന്നത്. ഇവിടെ ഒരാൾ കാണുന്നത് ഫേക്ക് വൈൻ ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഫേക്ക് വൈൻ എന്ന് വിചാരിച്ചാൽ ക്വാളിറ്റി കുറഞ്ഞ വൈനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വൈനേ അല്ല. ഫേമസ് ബ്രാൻഡ് കുപ്പികളെ വാങ്ങി അതിൽ പച്ചവെള്ളം നിറച്ച് ചില കളർ ഇൻസിറ്റുകളെ ആഡ് ചെയ്യുമ്പോൾ വൈൻ പോലെയുള്ള ലുക്ക് ലഭിക്കുന്നു. അതിനുശേഷം ബ്രാൻഡ് സ്റ്റിക്കറുകളെ ഒട്ടിച്ച് വിൽപ്പനയ്ക്ക് അയക്കുന്നു. ഇതെല്ലാം പല 100 രൂപകൾക്കാണ് വിൽക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് ഉണ്ടാക്കാൻ വളരെ കുറച്ച് രൂപയെ ചിലവ് വരുന്നുള്ളൂ. അതിലും 70% ചിലവ് കുപ്പികൾക്ക് തന്നെയാണ്. ചൈനയിലുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നാൽ ഫേക്ക് ക്വാളിറ്റി ഫുഡ്. അതായത് സാധനം ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുക, എന്നാൽ ഇതിന്റെ വിൽപ്പന ഇൻക്രീസ് ചെയ്യുവാൻ ചില മേക്കപ്പ് ജോലികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഈ സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് വിൽക്കണമെന്നതിനാൽ നല്ല പച്ച കളർ ലഭിക്കാൻ ഡൈ അടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾ വ്യാജ തേൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. കോൺ സിറപ്പിൽ കളറും ഫ്ലേവറും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്താൽ തേൻ റെഡിയായി. ഇത് ടേസ്റ്റ് ചെയ്താലും തേൻ പോലെ തന്നെ ഉണ്ടാകും. ഇത് ഫേക്ക് ആണെന്ന് കണ്ടെത്തുക വളരെ പ്രയാസമാണ് എന്നാണ് ഇവർ പറയുന്നത്. 2021 ജനുവരിയിൽ ചൈനയിലെ ചെങ്ഡു സ്വദേശിയായ ഒരു സ്ത്രീ 1/2 കിലോ കൂന്തൽ മീൻ വാങ്ങിയിട്ടുണ്ട്. അത് പാകം ചെയ്യുന്നതിനായി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ചട്ടിയിലിട്ട 1/2 കിലോ കൂന്തളും മറിഞ്ഞു പോയിട്ടുണ്ട്.
ഇത് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ പലരും നിങ്ങൾ കൂന്തലിന് പകരം ജെല്ലി ഫിഷുകളെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ആശയക്കുഴപ്പം മാറ്റുന്നതിനായി അടുത്ത ദിവസം അവർ വീണ്ടും കൂന്തൽ വാങ്ങി പാചക പ്രക്രിയയുടെ തുടക്കം മുതൽ തന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച 8ാമത്തെ മിനിറ്റിൽ ആ കൂന്തലും കാണാതെ പോയിട്ടുണ്ട്. ഇത് കണ്ട പല സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും ഇത് സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കിയ വ്യാജ കൂന്തളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ചിലർ ഇതൊക്കെ ഭാരം കൂട്ടുന്നതിനായി ആൾക്കലയിൽ മുക്കിവെച്ച കൂന്തളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 1 കിലോ ഭാരമുള്ള കൂന്തളിന്റെ ഭാരം 4 കിലോ വരെ കൂടുമത്രേ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ കോശങ്ങൾ വളരെ ദുർബലമായിരിക്കും. കുട്ടികൾ കഴിക്കുന്ന പഞ്ഞിമിഠായി പോലും വളരെ മോശമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള മിഠായികൾ തയ്യാറാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഈ സ്ഥലം മുഴുവൻ അഴുക്കും അലങ്കോലവുമായിട്ടാണ് ഇരിക്കുന്നത്. ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ തുടങ്ങി അതിൽ ചേർക്കുന്ന കളർ വരെ എല്ലാം ലോ ഗ്രേഡ് ആണ്. ശരിയായ അളവ് തൂക്ക ഉപകരണങ്ങൾ പോലും ഇവിടെയില്ല. അതോടൊപ്പം അതിനെ മറ്റു പ്രശസ്തമായ ബ്രാൻഡുകളുടെ പേരിൽ പാക്ക് ചെയ്താണ് വിൽക്കുന്നത്. വേസ്റ്റ് ഇറച്ചികൾ ശേഖരിച്ച് അതിനൊട്ടിച്ച് പ്രസ് ചെയ്ത് വ്യാജ ബീഫ് തയ്യാറാക്കുന്നു. ആപ്പിളുകൾക്ക് പെയിന്റ് അടിച്ച് തിളക്കമുള്ളതാക്കി കാണിക്കുന്നു. സോഡിയം ആൽജിനേറ്റ് ഉപയോഗിച്ച് വ്യാജമായി മുട്ടയുടെ വെള്ളക്കരു തയ്യാറാക്കുന്നു. മഞ്ഞക്കരുവിന് പിഗ്മെന്റുകളും മുട്ടത്തൊണ്ടിന് കാൽസ്യം കാർബണേറ്റും ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല പ്രധാന ഭക്ഷണങ്ങളും വ്യാജമായി തയ്യാറാക്കി വിൽക്കുന്നു. ഇത് ജിമോ സിറ്റിയിലെ ഒരു കടൽ വെള്ളരി ഫാമാണ്. ഇവിടെ വളർത്തുന്ന കടൽ വെള്ളരികൾക്ക് മറ്റു മീനുകൾ, ചെമ്മീനുകൾ, ഞണ്ടുകൾ എന്നിവ കാരണം അപകടമുണ്ട്. ഇത് തടയുന്നതിനായി അവർ ഫാമിൽ വലിയ അളവിൽ ഡൈക്ലോറസ് കലർത്തുന്നുണ്ട്. കടൽ വെള്ളരികൾക്ക് വിഷം താങ്ങാനുള്ള ശേഷിയുള്ളത് കൊണ്ട് ഇത് അവയെ ബാധിക്കില്ല. പക്ഷേ മറ്റു ജീവികളെല്ലാം തന്നെ ചത്തുപോകും. ഉപയോഗിച്ച ഈ കടൽ വെള്ളം ജോലി കഴിഞ്ഞാലുടൻ കടലിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു. ചൈനയിലുള്ള ഈ ഫുഡ് സേഫ്റ്റി പ്രോബ്ലംസ് ആഗോളതലത്തിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. മേഡ് ഇൻ ചൈന എന്ന് കേട്ടാൽ തന്നെ വ്യാജ ഉൽപ്പന്നങ്ങളായിരിക്കുമെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം തന്നെ പല രാജ്യങ്ങളിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ചൈനീസ് അധികാരികൾ ഇതൊക്കെ തടയാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനൊക്കെ വേറെ വഴികൾ കണ്ടെത്തി അവർ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കെമിക്കൽസ് ഉപയോഗിച്ച് വ്യാജ ക്യാബേജ് ഉണ്ടാക്കുന്നത് പോലും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇതുമുണ്ടാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജ് പോലെ തന്നെയാണ് അത് ഇരിക്കുന്നത്. ചൈനയെ പോലെ ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യത്ത് ജനങ്ങൾ സ്വയം വിചാരിച്ച് മാറാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം അക്ബർ.